എസ്ര അധ്യായം 1. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. യെരമിയാ മുഖാന്തരമുണ്ടായ ദൈവത്തിൻ്റെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരേശിൻ്റെ 1-ാം ആണ്ടിൽ ദൈവം പാഴ്സി രാജാവായ കോരേശിനെ പ്രചോദിപ്പിച്ചു. അവൻ തൻ്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധം ചെയ്തു. രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ, പാർസി രാജാവായ കോരേശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവന് ഒരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ തൻ്റെ ദൈവം തന്നോടുകൂടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ യഹൂദയിലെ യെരൂശലേമിലേക്ക് പുറപ്പെട്ട് ഇസ്രായേലിൻ്റെ ദൈവത്തിന് ആലയം പണിയട്ടെ. അദ്ദേഹമാണല്ലോ യെരൂശലേമിലെ ദൈവം. ശേഷിച്ചിരിക്കുന്ന ഏവനും അവൻ പ്രവാസിയായി പാർക്കുന്ന സ്ഥലത്തെല്ലാം അതത് സ്ഥലത്തെ സ്വദേശികൾ പൊന്ന്, വെള്ളി, മറ്റ് സാധനങ്ങൾ, കന്നുകാലികൾ എന്നിവയാലും യെരൂശലേമിലെ ദൈവാലയത്തിനായി ഔദാര്യദാനങ്ങളാലും സഹായം ചെയ്യണം. അങ്ങനെ യഹൂദയുടെയും ബെന്യാമീൻ്റെയും കുടുംബത്തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവം ഉണർത്തിയ ഏവനും യെരൂശലേമിൽ ദൈവാലയം പണിയുവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റുമുള്ള എല്ലാവരും കൊടുത്ത ഔദാര്യദാനങ്ങൾ കൂടാതെ വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾ, പൊന്ന്, മറ്റ് വിശിഷ്ട വസ്തുക്കൾ എന്നിവ കൊണ്ടും അവരെ സഹായിച്ചു. നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന ദേവാലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്തെടുപ്പിച്ചു. പാർസി രാജാവായ കോരേശ് ഭണ്ഡാര വിചാരകനായ മിത്രേദാത്ത് മുഖാന്തരം അവ പുറത്തെടുപ്പിച്ചു. യഹൂദ പ്രഭുവായ യേശ്ബസേരിനെ എണ്ണിക്കുടിപ്പിച്ചു. അവരുടെ എണ്ണം ഇങ്ങനെയായിരുന്നു: പൊൻതാലം 30, വെള്ളിത്താലം 1000, അങ്കികൾ 29, പൊൻപാത്രം 30, 2-ാം തരത്തിൽ വെള്ളിപ്പാത്രം 410, മറ്റുള്ള ഉപകരണങ്ങൾ 1000. പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളാകെ 5400. പ്രവാസികളെ ബാബേലിൽ നിന്ന് യെരൂശലേമിലേക്ക് ആനയിച്ചപ്പോൾ ഇവയെല്ലാം ശേശ്ബസർ കൊണ്ടുപോയി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.